ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ വന്നിറങ്ങിയ ഉടനെ തന്നെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളൊരു നന്നാറി സർവത്തൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക ചെയ്തത്. ബോട്ടിന് ടിക്കറ്റ് റേറ്റ് 150 തോന്നുന്നു. കുട്ടിക്ക് എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 2 അഡൽട്ടാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിങ് ഭയങ്കര ഉച്ച നേരത്താണ് ചെന്നത്. അത് കാരണത്താൽ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കായലിലൂടെ അഷ്ടമുടി കായലിലൂടെ അങ്ങനെ പോകുമായതുകൊണ്ട് ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഫീലായില്ല എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോവാറ്. പോകുമ്പോൾ അങ്ങോട്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. പോകുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല ലൊക്കേഷൻ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ കയറിയിട്ട് കണ്ടിട്ട് അങ്ങനെ പോകാറാണ് സാധാരണ പതിവ്. സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണിത്. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടൽക്കാടുകളാണ്. ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം. വലിയ ആഴമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ആൾക്കാർ വരണം പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വെയിൽ കാരണം നമുക്ക് ഫോട്ടോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വെയിൽ കണ്ണിക്ക് അടിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് കുടിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും സ്നാക്സ്, എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങനെ ലേസ്, പോപ്കോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് അപകടമൊന്നുമില്ല കേട്ടോ, അധികം ആഴമൊന്നുമില്ല. അതുകൊണ്ടാണ് മോളെയും കൊണ്ട് അങ്ങനെ നടന്നു പോകുന്നത്. ഈ ഐലൻഡിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ചൈനയിൽ നിന്ന് ഷിപ്പുകളൊക്കെ വന്നിരുന്ന സ്ഥലമായിരുന്നു. അവരിതിനെ ചാമ്രാണം എന്നാണ് വിളിച്ചിരുന്നതെന്ന്. പിന്നീട് അതിൽ നിന്നിട്ടാണ് സാമ്പ്രാണിക്കൊടി എന്നുള്ള പേരുണ്ടായതെന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ ദേശീയ ജലപാതയ്ക്കും അതേപോലെ തന്നെ ദേശീയപാതയ്ക്കും വേണ്ടിയിട്ട് മണ്ണെടുത്ത് കൂട്ടിയിട്ടിട്ട് അങ്ങനെയാണ് ഈ ഐലൻഡ് ഉണ്ടായതെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ അതേപോലെ ഹസ്ബൻഡും മോളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കണ തിരക്കിലാണ്. കാരണം എന്താ വെച്ചാൽ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. കാരണം ഒരുപാട് മീൻകൂട്ടങ്ങൾ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേരിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഇവർ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മീനിനെ കണ്ടിട്ട് മോളിങ്ങനെ വാശി പിടിക്കണം, മീൻ പിടിക്കാം, നമുക്ക് മീൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ മീനിൻ്റെ കുട്ടികളാണ് കേട്ടോ ഒരുപാടുള്ളത്. പിന്നെ ഞങ്ങളൊന്ന് പിടിച്ച് നോക്കി എന്ത് മീനാണെന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ അത് ചെമ്മീൻ്റെ കുട്ടികളെ പോലെ കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. ഇത് അത് തന്നെയാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. നമുക്കിങ്ങനെ പിടിക്കാൻ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ചെമ്മീൻ വളർത്തുന്ന സ്ഥലമോ അതേപോലെ ചെമ്മീൻ കുട്ടികളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ സാധാ പരൽ പോലത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മോക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ. ഫാമിലീസും കുട്ടികളൊക്കെ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് നീന്തലുണ്ട്, കുളിക്കണമൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ നീന്തി പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ എന്നൊക്കെ. കാരണം അധികം ആഴമില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഞങ്ങളവിടെ നിന്നപ്പോഴാണ് അവിടെ ഉള്ള ആൾക്കാർ ചോദിച്ച് എവിടുന്നാണ് വരുന്നതെന്ന് ഞങ്ങളുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു മലപ്പുറത്ത് നിന്നാന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു വർത്തമാനം കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു. അവർക്ക് അത്ഭുതമായി ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ ഇത് കാണാനായിട്ട് ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പോകാനുള്ള സമയം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ടൈം പോയി ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഓക്കെ, ബൈ.